ഞാനൊന്നും കേട്ടില്ല കേട്ടോ. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാ. ആവൂ, എന്നാടി ഇത്ര പേടിക്കാൻ? അത് പിന്നെ നാളെ ഫ്രണ്ട്സൊക്കെ വരില്ലേ, അവർക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പെട്ടെന്ന് കേട്ടാലോ, ഇങ്ങോട്ട് പോയില്ലേ, അതുകൊണ്ടാണ്. ഓഹോ, എന്തായാലും ഞാനിപ്പോൾ കേട്ടില്ലേ, നീ എന്നോട് പറ, ഇനി നമുക്ക് ഒരുമിച്ച് സർപ്രൈസ് കൊടുക്കാം. അത് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അതെ മാളി ചേച്ചി, അതിനാണ് ഞാൻ വന്നത്. ഓഹോ, അതാണോ? ശരി ചേച്ചു, എന്നാ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എന്നോടും കൂടി പറയണം കേട്ടോ. ശരി ശരി ചേച്ചി, ഉറപ്പായിട്ടും പറയാം. അല്ല ലച്ചു മോളെ, നാളെ ആ ടോബീനൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ട് ചേച്ചി, ടോബി ചേട്ടനും ഫാമിലിയും ഒക്കെ ഉണ്ട്. ആ, കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി കാണുമല്ലോ. ഓ അതിനല്ലടി, അവരൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ എന്തൊക്കെ അറിയണ്ടേ? അതിന് ഞാൻ നിന്നോടല്ലല്ലോ ചോദിക്കുന്നത്, ലച്ചു മോളോടല്ലേ. നിനക്കെന്താ? അത് പിന്നെ ഒന്നുമില്ല. എന്നാ ശരി, നിങ്ങൾ സർപ്രൈസ് പ്ലാൻ ചെയ്യ്, ഞാൻ അപ്പുറം ഉണ്ടാവും. കഴിഞ്ഞിട്ട് വിളിക്കണേ. ആവൂ, ഒരു നിമിഷത്തേക്ക്. അതെ, എങ്ങാനും പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ. അപ്പൊ പിന്നെ ഇല്ലാത്തൊരു സർപ്രൈസ് നമ്മളിനി ഉണ്ടാക്കണ്ടേ? അത് ഞാനോ പാട്. ഇനി നമുക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാം. പിന്നല്ല. വീട്ടിൽ നിന്ന് അവർ വന്നെന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ കേട്ടോ. ആ ശരി. ബൈ, നാളെ നേരത്തെ എത്തിയേക്കണേ. ബൈ ലച്ചു, ഉറപ്പായിട്ട്. എത്തിപ്പോയി. ഓ ഇതിനെ കൊണ്ട് മക്കളെ പാറു, എന്താ നേരത്തെ കിടന്നേ? ഉറക്കം വന്നിട്ട് എന്താ ഒരു പാട്ടൊക്കെ ചേട്ട പൊഞ്ഞോൻ. പിന്നെയും ഞാനിത് പറഞ്ഞു മടുത്തല്ലോ. എനിക്ക് പാടാൻ തോന്നി ഞാൻ പാടി. കഴിഞ്ഞിപ്പെന്താ? അല്ല, ഒരിളക്കൊക്കെ ഉണ്ടല്ലോ. ചേച്ചിക്ക് ഇപ്പം എന്താ വേണ്ടേ? ഞാൻ ഇവിടെ സമാധാനപരമായിട്ട് കിടക്കുന്ന കണ്ടില്ലേ? ആ, ഒരു സമാധാനക്കാരി. ആ നീ കിടാ, ഞാനോട് കിടക്കട്ടെ. ആ വന്നിട്ടടാ. എങ്ങനെയെങ്കിലും നാളെ നായാ മതിയായിരുന്നു. അതെന്താ? നാളെ നല്ല ഫുഡ് അടിക്കാമല്ലോ. അവയുടെ കേട്ടത്തൊന്നും ഇവിടെ പട്ടിണിയാണ്. ആ അല്ലെന്നേ, നിങ്ങൾ പിന്നെ എന്താ പ്ലാൻ ചെയ്തേ? അതിനുള്ള സമയം കിട്ടിയില്ല, അപ്പോഴേക്കോട് പോയി.